ഹലോ ഗൈസ്, വെൽക്കം ടു എയർ കിച്ചൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ മോൺസ്റ്റർ വേഴ്സിലുള്ള റോഡൻ എന്ന ടൈറ്റനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ ആൾറെഡി നമ്മൾ പല മോൺസ്റ്റേഴ്സിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട്. ടൈമുള്ള ഒരു പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇന്ന് റോഡനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ ആർക്കൊക്കെ റോഡൻ ഇഷ്ടമെന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പോൾ ഈ റോഡൻ ഫസ്റ്റ് അപ്പിയറൻസ് നടത്തിയ എവിടെയെന്ന് വെച്ചാൽ 1956 വന്ന റോഡൻ എന്നൊരു ഫിലിമിലാണ് ഇത് ആദ്യമായിട്ട് വന്നത്. പിന്നീട് ഈ റോഡനുമായി ബന്ധപ്പെട്ട് വേറെ മൂവീസിലൊക്കെ ഈ റോഡൻ അപ്പിയർ ആയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഗോഡ്സില്ല കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്ന മൂവിയിലാണ് നമ്മൾ റോഡനെ കാണുന്നത്. സോ നമ്മുടെ കിങ് ഗിഡോര വന്നിട്ട് ഈ ടൈറ്റൻസിനൊക്കെ ആൽഫ കോൾ വിളിക്കുമ്പം നമ്മൾ റോഡനെ പറഞ്ഞായിട്ട് കാണിച്ചിട്ടുണ്ടാകും. സോ ഈ റോഡൻ വന്ന് ഒരു ഫയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോൺസ്റ്ററാണ്. ഓക്കെ, സോ റോഡൻ്റെ മെയിൻ പവർ എന്ന് പറയുന്നത് ഫയർ ബേസ്ഡ് ആയിട്ടുള്ള പവറാണ്. അപ്പോൾ ഇത് വന്ന് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലാണ് ഈ റോഡൻ താമസിക്കുന്നത്. ഈ ഒരു ലാവയുടെ ഉള്ളിലൊക്കെയാണ് പയ്യൻ കിടക്കുന്നത്. സോ ഒരു ഹീറ്റാണ് ഇതിൻ്റെ മെയിൻ പവർ, ഹീറ്റാണ് ഇതിന് ആവശ്യം. സോ കാരണം ഇത് ഫയർ ബേസ്ഡ് ആയിട്ടുള്ള ടൈറ്റനാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റുള്ള അടുത്ത് ഇത് അധികം കാണും. കാരണം ഹീറ്റ് അധികം ഉള്ളത് എവിടെയാണ്? ഈ അഗ്നിപർവ്വതത്തിലാണ്. അതുകൊണ്ടാണ് അവിടെയാണ് ഈ റോഡൻ അധികം കാണുന്നത്. അപ്പോൾ ഈ റോഡൻ വന്ന് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടൈറ്റനാണ്. ബട്ട് മൂവീസിൽ ഇതിനെ കുറച്ച് ഡൗൺ ആക്കിയത് പോലെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഈ റോഡൻ ഭയങ്കര പവർഫുള്ളാണ്. ഗോഡ്സിലയുടെ കൂടെ തന്നെ ഇതിന് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ആ കപ്പാസിറ്റി റോഡനുണ്ടെന്നാണ് പറയുന്നത്. സോ ഈ റോഡന് പല പേരുകളുണ്ട്. മോൺസ്റ്റർ 02, ദ ഫയർ ഡീമൺ, ടൈറ്റാനിയസ് റോഡൻ, അങ്ങനെ പല പേരുകൾ ഈ റോഡനുണ്ട്. സോ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു മോൺസ്റ്ററാണ് റോഡൻ. ഇപ്പോൾ റോഡൻ വന്ന് ഒരു ഫുൾ കൈജു അല്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗോഡ്സില വന്നൊരു കൈജു ആണ്, പക്ഷേ റോഡൻ ഫുൾ കൈജു അല്ല. ഇത് വന്നൊരു ഡെമി കൈജു എന്നാണ് പറയുന്നത്. കൂടാതെ റോഡൻ വന്നൊരു പക്ഷി പോലത്തെ ഒരു മോൺസ്റ്ററാണ് ഇത്. എന്നാലും ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈറ്റനാണ്, അതിനൊരു സംശയം വേണ്ട. ഇത് മാത്രമല്ല ഈ റോഡൻ വന്ന് അത്യാവശ്യം നല്ല ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരു ടൈറ്റൻ എന്നാണ് പറയുന്നത്. കാരണം ഇത് സാഹചര്യം അനുസരിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു ടൈറ്റൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മൂവിയിൽ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ കിങ് ഗിഡോരെ വന്ന് എല്ലാ ടൈറ്റൻസിനും വിളിക്കുന്ന സമയത്ത് റോഡൻ കിങ് ഗിഡോരെ ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് തന്നെ നേരെ കിങ് ഗിഡോര അടുത്ത് ഫൈറ്റ് ചെയ്യും. ആ ഫൈറ്റിന് തോറ്റെങ്കിലും ആ ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അവിടെ കിഡോര വന്ന് ഗോഡ്സിലെ ഡിഫീറ്റ് ചെയ്തിട്ട് വരെയാണ്. അപ്പോൾ ആ കിഡോരയുടെ അടുത്ത് തന്നെ ഒട്ടും പേടിയില്ല നമ്മൾ റോഡൻ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലാസ്റ്റ് കിങ് ഗിഡോരെ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ റോഡൻ നിന്നത്. സോ ഗോഡ്സിലെയും മോത്രയും കൂടെ കിങ് ഗിഡോരെ കൂടെ ഫൈറ്റ് ചെയ്തപ്പം ഈ റോഡൻ വന്ന് നമ്മുടെ മോത്ര എതിർത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫൈറ്റിൽ ഈ റോഡൻ തോറ്റു, പക്ഷെ എന്നാലും അത് ഫൈറ്റ് ചെയ്ത് നിന്ന് അത് വലിയ കാര്യം തന്നെയാണ്. അതുമാത്രമല്ല റോഡൻ്റെ ഡ്യൂറബിലിറ്റി നമ്മൾ എടുത്തു പറയണം. കാരണം ഇത് പല അറ്റാക്സും കൊണ്ടിട്ട് സർവൈവ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് ഹീറ്റൊക്കെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി അധികമാണ്. ഇപ്പം കിങ് കിഡോരയായിട്ട് ഇത് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് കിഡോര വന്ന് പുള്ളിയുടെ ആ ഒരു ഗ്രാവിറ്റി ബീം വിട്ടുകൊടുക്കും. അത് കൊണ്ടിട്ട് റോഡൻ ഒന്നും പറ്റിയില്ല, ഈ സർവൈവ് ആയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മോത്ര വന്ന് കുത്തി കൊടുക്കും വയറ്റിലിട്ട്. അപ്പോൾ എന്നിട്ടും ഈ റോഡ് സർവൈവ് ആയി. അപ്പോൾ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഗോഡ്സിലയുടെ അറ്റോമിക് ബ്രീത്ത് കൊണ്ടാൽ പോലും ഇതിന് സർവൈവ് ആകാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റോഡൻ വന്ന് സാഹചര്യം അനുസരിച്ച് നിൽക്കുന്ന ഒരു ടൈറ്റനാണ്. ആദ്യം കിഡോരയുടെ സപ്പോർട്ട് ചെയ്ത് നിന്ന് അതിനുശേഷം ഗോഡ്സില കിഡോരയെ ഡിഫീറ്റ് ചെയ്യുന്നതിന് ശേഷം ഈ റോഡൻ നേരെ പോയി ഗോഡ്സിലെ അടുത്ത് സറണ്ടർ ആയിട്ടുണ്ടായിരുന്നു. സാഹചര്യം അനുസരിച്ച് നിൽക്കും. സോ ഇപ്പം വന്ന് റോഡൻ നമ്മുടെ ഗോഡ്സിലയുടെ കൺട്രോളിലാണ്. കാരണം ഗോഡ്സിലയാണ് ഇപ്പം കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ്. സോ ഇനി വന്ന് ഈ റോഡൻ്റെ പവേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡ്യൂറബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ലെവലിലിരിക്കും. ഇതിൻ്റെ സ്കിന്ന് ഭയങ്കര ഹാർഡായിരിക്കും എന്നാണ് പറയുന്നത്. കൂടാതെ ഇതിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് നല്ല അധികമായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ റോഡനെ കൊണ്ട് ഹീറ്റിനെ അബ്സോർവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പവർ റോഡനുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്ലൈറ്റ് സ്പീഡ് വേറെ ലെവലിരിക്കും എന്നാണ് പറയുന്നത്. നല്ല ഫാസ്റ്റായിട്ട് ഇതിനെ പറക്കാൻ പറ്റും. അതേപോലെ തന്നെ വിങ്സ് വെച്ച് ഷോക്ക് വേവ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മൂവിയിൽ കണ്ടിട്ടുണ്ടാകും, ഈ റോഡൻ പറന്നു പോകുന്ന സമയത്ത് താഴെയുള്ള ആ ഒരു പ്ലേസ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്കും വലിയൊരു ഷോക്ക് വേവ് ഈ റോഡനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന് ഇതിൻ്റെ മെയിൻ പവേഴ്സിലൊന്നാണ് യുറേനിയം ഹീറ്റ് ബീം എന്നൊരു പവർ നമ്മുടെ റോഡനുണ്ട്. ഇതിൻ്റെ വായിന്ന് ഒരു ഫയർ ആയിട്ടുള്ളൊരു എബിലിറ്റിയാണിത്. ഭയങ്കര പവർഫുള്ളാണ്. ഇതും വേറെ ലെവലായിട്ടുള്ളൊരു പവർ എന്നാണ് പറയുന്നത്. കൂടാതെ ഇതിന് വാൾക്കാനിക് എറപ്ഷൻസ് എന്നൊരു പവറോട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിങ്സ് വെച്ച് ഇതിന് ഫയറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇതും വേറെ ലെവലായിട്ടുള്ള പവറാണ്. പിന്നെ വന്ന് വിൻഡ് ബ്രെത്ത് എന്ന പവറുണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ എജിലിറ്റി, പിന്നെ വേറെയും നിറയെ പവേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ടെലിപ്പതിയുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. ഫയറിന് ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഫയറിനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മൗത്തിനും റേഡിയേഷൻ അബ്സോർവ് ചെയ്ത് അതുവരെ ഇതിന് ഹീൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. സോ അപ്പം അതേപോലെയുള്ള നിറയെ പവേഴ്സ് ഈ റോഡൻ്റെ കൈവശമുണ്ട്. ഇതിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ അറ്റാക്ക് ഇതിനൊരു വീക്ക്നെസ് എന്നാണ് പറയുന്നത്. പവർഫുൾ ആയിട്ടുള്ള ഫിസിക്കൽ അറ്റാക്സ്, അതാണ് റോഡൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് റോഡൻ എന്ന ഒരു മോൺസ്റ്ററിൻ്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ. സോ ആർക്കൊക്കെ റോഡൻ ഇഷ്ടമെന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. അടുത്ത ഏത് ടൈറ്റനെ പറ്റി വീഡിയോ വേണമെന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാനെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം പറ്റിയ കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് ഗൈസ്.